പഞ്ചായത്തിന്റെ പുഴയോരം സസ്യസമ്പന്നമാക്കി മാറ്റിയിരിക്കുകയാണ് അത്തിക്കൽ സ്വദേശിയായ ബാബു. തീറ്റപ്പുല്ലുകളുടെ ഹരിതാഭയിൽ പുഴയോരം മനോഹര കാഴ്ചയുടെ പച്ചത്തുരുത്താകുന്നതിനോടൊപ്പം തന്നെ ബാബുവിന്റെ അക്ഷീണ പ്രയത്നം ക്ഷീര കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. 8 ഏക്കറോളം വിശാലതയിൽ പരന്നുകിടക്കുന്നു ബാബുവിന്റെ പുൽകൃഷി. മണ്ണിന്റെ മണവും മമതയും നഷ്ടപ്പെടുത്തി ദൂസര സങ്കല്പങ്ങളിൽ ചേക്കേറുവാൻ എന്നും കൊതിക്കുന്ന മലയാളികൾക്ക് മാതൃകയായി മാറുകയാണ് ഈ ചെറുപ്പക്കാരൻ. അധ്വാനിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏതു മേഖലയിലും പൊന്നുവിളയിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം. ഈ കടുത്ത ചൂടിലും ഈ മേഖലയിലെ നൂറുകണക്കിന് ക്ഷീര കർഷകർക്ക് സഹായപരമായി ഇപ്പോൾ ഈ പുഴക്കരയിൽ പുഴയോരത്ത് പുൽകൃഷി നടത്തുകയാണ്. എത്ര ഏക്കർ കൃഷി ഇപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട്? ഇത് എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ വെച്ചാൽ പ്രൈവറ്റ് ഫാമിലേക്ക് കുറേ ഫാമിലേക്ക് പോകുന്നു. ഫാമിൽ തന്നെ പ്രൈവറ്റ് ഫാമുകളും പിന്നെ സ്വകാര്യ വ്യക്തികളും പിന്നെ അത്യാവശ്യം 1-2 കിൻ്റെല്ലാം ഇങ്ങനെ ഇടയിലെ വീടുകളിലേക്കും ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നു. ഇതിന്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതങ്ങോട്ട് കൊടുക്കുന്നത് ബ്ലോക്ക് കൊടുക്കുന്നു, മിൽമയിലേക്ക് പോകുന്നു. എങ്ങനെയുണ്ട്? ഇത് കുറെ വർഷമായി തുടങ്ങിയിട്ട്. നമ്മൾ തുടങ്ങിയിട്ട് 15 കൊല്ലമായി. മറ്റ് സഹായങ്ങൾ മറ്റോ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസ് തുടങ്ങിയ സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട്? ഒന്നും ഇല്ല. സ്വന്തം അധ്വാനം, സബ്സിഡി മറ്റോ കാര്യങ്ങളൊന്നും അതിനൊന്നും അപേക്ഷിച്ചിട്ടുമില്ല. അപേക്ഷിച്ചാൽ കിട്ടൂല. പിന്നെ നമ്മളിതുവരെ അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ തുടങ്ങിയ ആ കൊല്ലം സണ്ണി ജോസഫ് 1 ലക്ഷം റുപ്യ അത് പിന്നെ നമുക്ക് കണക്കിതൊരു പിന്നെ സബ്സിഡി ഒന്നും വന്നിട്ടില്ല. ഞാൻ പിന്നെ അപേക്ഷിക്കാൻ പോകും. നിങ്ങൾ ഒറ്റക്ക് നടത്തുന്നതാണോ അതോ? അല്ല, ഇത് ഒറ്റക്ക്. ഈ പുല്ല് എങ്ങനെ ഇവിടെ വന്നു കൊണ്ടുപോകണോ അതോ നിങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കാം? ഇല്ല, ഇവിടെ വന്നുകൊണ്ട് ഇപ്പൊ അവിടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട്. അതിപ്പോ ഫാമിലേക്ക്. ഏത് ഫാം? പിന്നെ ഒന്ന് ഇടേണ്ട ഒരു ഫാം, അതൊരു ഫാം. പിന്നെ ഒന്ന് പേരാവരാക്കാൻ തോന്നുന്നു. എത്ര ഒരു കിലോയ്ക്ക് എത്ര ഉറുപ്പ്യൊക്കെ നിങ്ങൾ ഇത് കൊടുക്കും? കിലോ ആണോ? കിലോ 3.5 രൂപ. 3.5 എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം അടിക്കുമ്പോൾ ഡീസലിന്റെ ചിലവ് വരുമ്പോൾ 50 പൈസ കൂട്ടും. പിന്നെ വെള്ളം അടിക്കാത്ത 3.5 ആക്കും. പിന്നെ മഴക്കാലത്ത് പിന്നെ നമ്മൾ സ്ഥിരം ഫാമുകാർക്ക് കൊടുക്കുമ്പോൾ അത് പിന്നെ അതിലും കുറക്കും. നമ്മൾ സ്ഥിരം എടുക്കുന്ന ടീമല്ല. എന്നാൽ നമുക്ക് പുല്ലിന് ചിലവ് കുറവാണല്ലോ. വേനൽക്കാലല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ പുല്ലിന് വരുന്നത്. അതിനെല്ലാം വെള്ളം ഇല്ലാത്ത വെള്ളം അടിച്ചിട്ടില്ല. അപ്പോൾ അന്നേരം ഇതിന്റെ ഉത്പാദനത്തിന്റെ കുറവ് വരുമോ? കുറവ്. എന്തായാലും ഈ പ്രദേശത്തെല്ലാം കടുത്ത വരൾച്ചയിൽ പുല്ലും പച്ചപ്പുല്ലൊക്കെ കരിഞ്ഞു ഉണങ്ങിയിരിക്കണം. അപ്പൊ ആ സമയത്ത് ക്ഷീര കർഷകർക്ക് സഹായകരമാകുന്ന ഒരു കൃഷിയാണ് ഇവിടെ. നിങ്ങളെ കൂടാതെ തന്നെ മറ്റു പലരും കൃഷി ഇറക്കുന്നുണ്ട്. ഇതെങ്ങനെ ഈ ഭൂമി എങ്ങനെയാണ് നിങ്ങൾക്ക്? പാട്ടത്തിന്റെ പഞ്ചായത്തല്ല, ഇത് മുഴക്കുന്ന് പഞ്ചായത്തല്ല. മുഴക്കുന്ന് അപ്പുറത്ത് ആർളം പഞ്ചായത്ത്. ആർളം പഞ്ചായത്ത് നമ്മളിപ്പോ ഒടാക്കലുണ്ട്, അത് ആർളം പഞ്ചായത്ത്. പിന്നെ വളക്കോടുണ്ട്, അത് മുഴക്കുന്ന് പഞ്ചായത്ത്. അതെല്ലാം രേഖയില്ല സ്ഥലങ്ങളാണ്. നമ്മൾ പാട്ടത്തിനടുത്ത് രേഖയില്ലാത്ത സ്ഥലം. പുഴക്കര എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ പ്രദേശത്ത്. അതുകൊണ്ട് ഇത് നമ്മൾ അത്തിക്കലാവുള്ളതാണ് സ്ഥലം. ആറളം മണത്തണ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുഴയോരം ഏതൊരാളുടെയും മനം കുളിർപ്പിക്കുന്ന നയനാനന്ദകരമായ കാഴ്ച കൂടിയാണ്. അകലങ്ങളോളം അലയടിക്കുന്ന പച്ചപ്പിന്റെ ഒരു കടൽ. ആറളത്തെ വലം വെച്ചു വരുന്ന കുളിർക്കാറ്റ് പോലും ഒരു നിമിഷം അവിടെ നിശ്ചലമാകും. അവിടെ തിരക്കുകളൊഴിയാതെ ബാബുവുമുണ്ട്. സസ്യസമൃദ്ധിയുടെ പുഴയോരത്തെ പൊന്നുപോലെ പരിപാലിക്കാൻ, അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതാൻ, ക്ഷീരകർഷകർക്ക് എന്നും ആശ്വാസമേകാൻ. കടുത്ത ചൂടിൽ ക്ഷീരകർഷകർക്ക് സഹായകരമായി ഒരു പുൽത്തോട്ടം. ആറളം പുഴക്കരയിലെ ഈ പുൽത്തോട്ടം കണ്ടാൽ ആർക്കും അതിശയമാകും. കടുത്ത ചൂടിൽ കരിഞ്ഞുണങ്ങിയ പ്രദേശങ്ങൾ കണ്ട് മരവിച്ച ആ കണ്ണുകൾക്ക് പുതിയ കുളിർമയേകിക്കൊണ്ട് ഇവിടെ പുൽത്തോട്ടം ഒരുങ്ങുകയാണ്. ഒരു കർഷകൻ അവന്റെ അധ്വാനം മുഴുവൻ ക്ഷീരകർഷകർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഈ പുഴയോരത്ത് 8 ഏക്കറിലധികം ഭൂമിയിൽ പുൽകൃഷി, വിവിധ ഇനം പുല്ലുകൾ കൃഷി ചെയ്തുകൊണ്ട് ക്ഷീരകർഷകരെ സഹായിക്കുകയാണ്. ആറളം പുഴയോരത്ത് നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.